ഇന്ന് നമുക്ക് വീട്ടിൽ എങ്ങനെ ഗോതമ്പ് പൊടി കൊണ്ട് നല്ല പോലെ ഒരു സ്വാദോട് കൂടിയിട്ട് പുട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. സാധാ പുട്ട് പോലെ തന്നെ നമ്മുടെ ഇത് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് കൊണ്ടാണെന്ന് മാത്രം. അതിന് നമുക്കൊരു ബോളിൽ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് പൊടി ഇതിൽ ചെറിയ ചെറിയ തരികളെല്ലാം നമുക്ക് എടുത്ത് മാറ്റി നല്ലതുപോലെ നൈസായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒഴിക്കും, കൂടുതലായിട്ട് ഒഴിക്കരുത്, കാരണം ഇത് വലിയ ബോളായി മാറും, വലിയ കട്ടായി മാറും. അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്പുമ്പോൾ ഈ വെള്ളം ഈ മാവിലേക്ക് നല്ലതുപോലെ മിക്സ് ആവുന്നതാണ്. ഇതുപോലെ ചെറുത് വലിയ പീസുകളുണ്ടാകും, അതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഉപ്പ് ചേർത്ത് വീണ്ടും നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കാണുന്ന വലിയ തരികളെല്ലാം നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മിയെടുക്കുമ്പോൾ ഇത് ആ മാവിലേക്ക് മിക്സായിട്ട് ചെറിയ പുട്ടിൻ്റെ തരി പോലെ ആകുന്നതാണ്. അതിനാണ് നമ്മൾ കൂടുതൽ ഇതിൽ ഇളക്കുന്നത്. ഈ വലിയ തരികളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ അത് ഇതിലേക്ക് ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം നമുക്കായിട്ടുണ്ട്. ഇതുപോലെ പുട്ടിൻ്റെ മാവായി. ഇതുപോലെയാണ് സാധാ പുട്ട് പൊടി പോലെ തന്നെ നമുക്ക് ഈ മാവ് ആക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് പാകത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പുട്ടിൻ്റെ പൊടി പോലെ തന്നെ നമുക്ക് തരിയായി കിട്ടും. ഇത് നമ്മൾ സാധാ തേങ്ങയും പുട്ടും ഇതുപോലെ ചേർത്ത് സാധാ പുട്ട് ചുടുന്നത് പോലെ തന്നെ ഇതിലേക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കും. ഒരിക്കലും പ്രസ് ചെയ്യരുത്. അത് വെച്ച് നമുക്ക് മുകളിൽ തേങ്ങ ടോപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് പുട്ടാക്കിയെടുക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് സാധാ പുട്ടിനാട്ടി കുറച്ചുകൂടി രസം ടേസ്റ്റ് കൂടുന്നതാണ്. അതുപോലെ ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് യൂസ് ചെയ്യാം. തേങ്ങ നല്ലതുപോലെ തിരുമ്മിയത്, ഇതുപോലെ മാവ് ഇതുപോലെ തരി പോലെ പെട്ടെന്ന് കുക്കായി നമുക്കിത് എടുക്കാവുന്നതാണ്. കാരണം ഇന്ന് സാധാ പുട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു നാവിൻ്റെ രുചി ഒന്ന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ എടുക്കുക. ഇത് പുട്ടായി. നമുക്കിത് പ്ലേറ്റിലേക്ക് ചേർത്ത് നമുക്കിതുപോലെ സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡിയാണ്. വളരെ സ്വാദുള്ളതും. അതിൻ്റെ കൂടെ നമുക്ക് ചെറുപയർ കറിയോ കടലക്കറിയോ അല്ലെങ്കിൽ ചെറുപയർ സാധാ പുഴുങ്ങിയതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പ് പുട്ട് റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.